അസൽ കോളറിൻ്റെ ഏറ്റവും പുതിയ ആൽബം കമ്മിറ്റ്. പ്രിയ പ്രകാശ് വാര്യർ മുഖ്യവേഷത്തിൽ അഭിനയിച്ച ജെൻസിക്ക് പറ്റിയ ഗാനം. ശരിക്കും ഈ ഗാനം കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് കാര്യം ഇതിൻ്റെ ഈ വീഡിയോ സോങ്ങിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫേഴ്സൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം ഇതൊരു ബാൽക്കണി ബേസ് ചെയ്തുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ക്ലോത്തിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചായക്കപ്പുകളൊക്കെ റിലേറ്റഡ് ആവുന്നു. അതിനുശേഷം ഒരു പ്രണയം എങ്ങനെ പൂർത്തീകരിക്കാം എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിളറായിട്ട് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ അത് അവർ വർക്ക് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ രസം. കാര്യം ഇത് ദിനേശാണ് ഇതിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ഫോക്സനാണ് പ്രൊഡക്ഷൻ, അതുപോലെ അസൽ കോളറും പ്രിയ പ്രകാശ് വാര്യരുമാണ് മുഖ്യവേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കാര്യം ഒരു ഫ്ലാറ്റ് എടുക്കാൻ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടറിനെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അങ്ങനെ വന്ന ഒരാൾ ഈ ബാൽക്കണിയുടെ പോർഷനിൽ തന്നെയുള്ള താഴത്തെ ബാൽക്കണിയുടെ പോർഷനുള്ള ആളെ കാണുന്നതും അതിൽ നിന്ന് കണക്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് കഥയുടെ ഭാഗം. കാര്യം ഇത് ഒരുപാട് അർത്ഥതലങ്ങളൊക്കെ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്കിൻ്റെ കൺസെപ്റ്റ് ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം ശരിക്കും ഇത് ഒരു റിസ്ക് ഫാക്ടറാണോ അതോ ചൂസേഷനാണോ, പ്രണയത്തിൻ്റെ പല ഭാവ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പേര് മുകളിലും താഴെയും താമസിക്കുന്നത്, അല്ലെ ബാൽക്കണി ചിലപ്പോൾ ഒരു അതിർവരമ്പായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്, ഇതിന് ഒരു അതുപോലെ തന്നെ ഇവരുടെ ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്ലോത്ത് താഴോട്ട് വീഴുന്നതും അസൽ കോളറിൻ്റെ ക്യാരക്ടറിൻ്റെ തലയിൽ വീഴുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും സംസാരിക്കാതെ പ്രണയം എങ്ങനെ പറയാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വേർഷനായിട്ടാണ് പെട്ടെന്ന് ഈ പാട്ട് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ വോയിസിങ് ടെക്സ്ചേഴ്സൊക്കെ നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളതാണ്. യുവൻ്റെയും STRൻ്റെയൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ് അസൽ കോളർ ഇതിനകത്തും പിടിച്ചിരിക്കുന്നത്. അത് വലിയൊരു ഭയങ്കര സംഭവമായിട്ടില്ല. പക്ഷേ കൺസെപ്റ്റ് വൈസിലും അതുപോലെ തന്നെ ഒരു പ്രണയത്തിൻ്റെ ഒരു പുതിയ ഭാഷ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാം. പ്രണയത്തിൻ്റെ ഒരു പുതിയ ഏതറ്റം വരെയൊക്കെ പോകാം എന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോ ആയിട്ടാണ് തോന്നിയത്. കാര്യം ഇതെങ്ങനെയാണ് പ്രണയം പ്രേക്ഷകരുമായിട്ട് കൺവേ ചെയ്യുന്നതെന്നുള്ള ചിലതൊക്കെ നമുക്ക് വിട്ടു തന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവസാനം ഇതിന് ഇങ്ങനെയാണോ പൂർത്തീകരിക്കുന്നതെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും നമ്മൾ റിസ്ക് ആണോ എടുക്കുന്നത് അതോ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതാണോ? ചിലപ്പോൾ ഈ ക്യാരക്ടേഴ്സ് തന്നെ ഒരു സിംബോളിക്കൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് അവർ ലൈറ്റ് പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ചില സ്ഥലത്ത് ഡാർക്ക്, റെഡ്, പച്ച എല്ലാ കളേഴ്സും കൃത്യമായിട്ടൊക്കെ ഫേസ് ചെയ്തിട്ട്, പിന്നെ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര രസമാണ്. ഓവറോൾ പിള്ളേർക്ക് പറ്റിയ ഒരു ആൽബം. പക്ഷേ കൺസെപ്റ്റ് വൈസാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ സോങ് കണ്ടു നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി തുടർന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.